ഓക്കെ, അപ്പം നമ്മൾ മാർച്ച് മന്തിലെ കറണ്ട് അഫെയർ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് കഴിഞ്ഞു. ഡേയ്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ്, അതായത് 2023 മാർച്ച് മാസം ഏതൊക്കെ അവാർഡാണ് കൊടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഏതൊക്കെ അവാർഡ്സാണ് ആർക്കൊക്കെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് എന്നുള്ള വീഡിയോസിലാണ് എന്നുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അവാർഡ്സിലോട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, 95th ഓസ്കാറാണ്. അപ്പോൾ 2023 മാർച്ചിൽ 95ാമത്തെ ഓസ്കാർ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഈ ഓസ്കാറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറയാം. അപ്പോൾ എന്താണ് 95th ഓസ്കാർ വിന്നേഴ്സിനെ പ്രഖ്യാപിച്ചു. അതിൽ ബെസ്റ്റ് പിക്ചറായിട്ട് തിരഞ്ഞെടുത്തത് ഏത് ഫിലിമാണ്? ബെസ്റ്റ് പിക്ചർ 2023 ഏറ്റവും മികച്ച ചിത്രമായിട്ട് 2023 ഓസ്കാറിലെ ഏറ്റവും മികച്ച ചിത്രം ഏതായിരുന്നു? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. ആരാണ് ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാനിയൽ ക്വാനും അതേപോലെ ഡാനിയൽ ഷ്നേർട്ടുമായിരുന്നു ഈ സിനിമയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ബെസ്റ്റ് ഫിലിം 2023 ബെസ്റ്റ് ഫിലിം അവാർഡ് ആർക്കാണ് കിട്ടിയത്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്നുള്ള മൂവിക്കാണ് ഓസ്കാർ കിട്ടിയത്. ഓക്കെ അല്ലേ? അടുത്തത് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ അല്ലേ? ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ആർക്കായിരുന്നു? ബ്രെൻഡൻ ഫ്രേസറിനായിരുന്നു. അദ്ദേഹം ദ വെയിൽ എന്നുള്ള മൂവിയിൽ അഭിനയിച്ചതിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം കിട്ടുന്നത്. സോ 2023 ഓസ്കാർ വിന്നറിൽ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുത്തത് ദ വെയിൽ എന്ന സിനിമയിലെ ക്യാരക്ടറായിട്ടുള്ള ബ്രെൻഡൻ ഫ്രേസറിന് ആയിരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മികച്ച നടി, ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ ലീഡിംഗ് റോൾ ആരാണ്? മൈക്കേലെ ലിയോ. സിനിമ ഏതാണ്? ആ ബെസ്റ്റ് മൂവി തന്നെയാണ് എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. ഓക്കെ അല്ലേ? അപ്പോൾ ബെസ്റ്റ് മൂവിയും അതുപോലെ ബെസ്റ്റ് ആക്ട്രസും അതേ മൂവിക്ക് തന്നെയാണ് കിട്ടിയത്. ഇനി അടുത്തത് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ. ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനും ഏതാണ്? ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ എന്നുള്ളൊരു മൂവിക്കായിരുന്നു. ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ ആണ്. റൂത്ത് കാർട്ടറാണ് കോസ്റ്റ്യൂം ഡിസൈനർ. റൂത്ത് കാർട്ടറിനാണ് എന്ത് ചെയ്തത്? ഈ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനുള്ള അവാർഡ് ഏത് മൂവിക്കാണ്? ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ ഉള്ളതിനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബെസ്റ്റ് പിക്ചറും ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ആക്ട്രസും നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ബെസ്റ്റ് ആക്ടർ ആരാണ്? ബെസ്റ്റ് ആക്ടർ ബ്രെന്നാർഡ് ഫ്രേസർ. മൂവി ഏതാണ്? ദ വെയിൽ. ബെസ്റ്റ് മൂവി ഏതാണ്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. അടുത്തത് കോസ്റ്റ്യൂം ഡിസൈൻ മറക്കില്ലല്ലോ, ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ. ഓക്കെ അല്ലേ? അപ്പം എത്രാമത്തെ ഓസ്കാറാണ് നടന്നത്? 95th അല്ലേ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് എന്താണ് ഈ ഓസ്കാറിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാൻ കാരണം? അതായത് ബെസ്റ്റ് സോങ് അല്ലേ? ബെസ്റ്റ് സോങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം കിട്ടിയത് ഏത് സോങ്ങിനാണ്? RRR ട്രിപ്പിൾ ആറിലെ നാട്ടു എന്നുള്ള സോങ്ങിനാണ്. അപ്പം RRR is a Indian film to be nominated for Academy Awards in the last 2 decades, while Nattu was the first Indian song to be nominated for Oscar. ഓക്കെ അല്ലേ? ഓസ്കാറിന് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആദ്യ ഇന്ത്യൻ സോങ് ആണ് എന്താന്ന് പറയുക? നാട്ടു. ഈ സോങ്ങിനാണ് എന്താണ് ബെസ്റ്റ് സോങ്ങിനുള്ള ഇന്റർനാഷണൽ സോങ്ങിനുള്ള ഓസ്കാർ ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ നാട്ടു സോങ് ഏത് മൂവിയിലെയാണ്? ട്രിപ്പിൾ ആറിനകത്തെയാണ് ഈ നാട്ടു എന്നുള്ള സോങ്. ഈ സോങ്ങിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? MM കീരവാണിയാണ്. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഡയറക്ടർ ആരാണ്? ഇത് രാജമൗലിയാണ്. ഓക്കെ അല്ലേ? ഈ സിനിമയുടെ ഡയറക്ടർ ആരാണ്? രാജമൗലിയാണ്. ഓക്കെ, രാജമൗലിയാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ആ സിനിമയിലെ നാട്ടു എന്ന സോങ്ങിനാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ സോങ്ങിനുള്ള അവാർഡ് ഓസ്കാർ പുരസ്കാരം കിട്ടിയത്. ഓക്കെ, 2023. ആരാണ് മ്യൂസിക് ഡയറക്ടർ? MM കീരവാണി. അടുത്തത് ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള അവാർഡും ഓസ്കാറും കിട്ടിയത് ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനാണ്. അതേതാണ്? എലിഫൻറ്റ് വിസ്പേഴ്സ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനാണ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം കാറ്റഗറിയിൽ ഓസ്കാർ ലഭിക്കുന്നത്. അത് ആർക്കാണ് ലഭിച്ചത്? അതിൻ്റെ ഡയറക്ടർ ആരാണ്? അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് കാർത്തികി ഗോൺസാൽവസും
ഗുനീത് മോങ്ക കൂടെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കാർത്തികി ഗോൺസാൽവസിനും ഗുനീത് മോങ്കയ്ക്കുമാണ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിൽ കാറ്റഗറിയിലുള്ള അവാർഡ് കിട്ടുന്നത്. ഡോക്യുമെൻ്ററിയുടെ പേരെന്താണ്? ദ എലിഫന്റ് വിസ്പേഴ്സ്. ഓക്കെ അല്ലേ? ഇനി വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്തത് മുതുമലൈ നാഷണൽ പാർക്കാണ് കേട്ടോ. മുതുമലൈ നാഷണൽ പാർക്കിൽ വെച്ചിട്ടാണ് ഈ മൂവി ഷൂട്ട് ചെയ്തത്. ഇത് രഘു എന്ന് പറയുന്ന ഒരു ആളുടെയും അതേപോലെ തന്നെ ഒരു എലിഫന്റ്, അപ്പം എക്സ്പ്ലോർ ദ ബോണ്ട് ബിറ്റ്വീൻ രഘു ആൻഡ് ഓർഫൻഡ് ബേബി എലിഫന്റ്, ഒരു ബേബി എലിഫന്റും ആ രഘുവും തമ്മിലുള്ള ആ കപ്പിളും തമ്മിലുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒരു എലിഫന്റുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. സോ RRRും അതേപോലെ തന്നെ എലിഫന്റ് വിസ്പേഴ്സും ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ ലഭിച്ച 2 കാറ്റഗറിയാണ്. ഒന്ന് ബെസ്റ്റ് സോങ് ആണെങ്കിൽ മറ്റേത് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം കാറ്റഗറിക്കാണ് അവാർഡ് ലഭിച്ചത്. സോ അത് രണ്ടും എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് വിനോദ് കുമാർ ശുക്ല വിൻസ് പെൻ നബോക്കോ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ലിറ്റററി അവാർഡാണ്. ലിറ്റററി അവാർഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലിറ്റററി അവാർഡാണ് പെൻ അല്ലെങ്കിൽ നബോക്കോ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഈ ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് വൈഡ് പുരസ്കാരം, ഒരു വേൾഡ് വൈഡ് ആയിട്ട് ഉള്ളൊരു ഒരു അവാർഡാണ് ഈ പെൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് എന്ന് പറയുന്നത്. സോ അത് ആർക്കാണ് കിട്ടിയത്? വിനോദ് ശുക്ലയ്ക്കാണ് കിട്ടിയത്. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? ഈ വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് 1990s അദ്ദേഹത്തിന് നാഗ്പൂർ കി കമീസ് എന്നുള്ള മൂവിക്ക് എന്നുള്ള ഒരു ലിറ്ററേച്ചർ വർക്കിന് കിട്ടിയിട്ടുണ്ട്? സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1999 അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്കായിട്ടുള്ള നാഗ്പൂർ കി കമീസ് എന്ന് പറയുന്ന കൃതിക്ക് കിട്ടിയിട്ടുണ്ട്? സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2023 ഇപ്പോൾ പെൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ലഭിച്ചത്. സോ വിനോദ് കുമാർ ശുക്ല പെൻ പെന്നുകൊണ്ടാണല്ലോ എഴുതുന്നത്. മീൻസ് പെൻ അല്ലെങ്കിൽ നബോക്കോ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചു. ഓക്കെ അല്ലേ? അടുത്തത് തമിഴ് റൈറ്ററായിട്ടുള്ള പെരുമാൾ മുരുകൻ്റെ നോവലിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചു. ഓക്കെ അല്ലേ? ദ തമിഴ് റൈറ്റർ പെരുമാൾ മുരുകൻസ് നോവൽ ലോങ് ലിസ്റ്റഡ് ഫോർ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2023. ഓക്കെ അല്ലേ? അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേര് പൂക്കുളി എന്നായിരുന്നു. പൂക്കുളി എന്ന് പറയുന്നത് ഒരു ഇന്റർകാസ്റ്റ് കപ്പിളിൻ്റെ അവരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ ബുക്കിൻ്റെ ട്രാൻസ്ലേഷൻ ഇതിനാണ് ബുക്കർ പ്രൈസ്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത്. അതിൻ്റെ ഒറിജിനൽ നെയിമാണ് പൂക്കുളി എന്ന് പറയുന്നത്. ഇതൊരു തമിഴ് ബുക്കാണ്. തമിഴ് റൈറ്റർ ആയിട്ടുള്ള പെരുമാൾ മുരുകൻ്റെ ബുക്കാണ്. അതുകൊണ്ട് പെരുമാൾ മുരുകനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2023 ലോങ് ലിസ്റ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? അടുത്തത് ഗ്യാൻ ചതുർവേദി. ഗ്യാൻ ചതുർവേദി ആരാണ്? ഗ്യാൻ ചതുർവേദിക്കാണ് 2022 വ്യാസ സമ്മാൻ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പം 2022 വ്യാസ സമ്മാൻ ലഭിച്ച വ്യക്തി ആരാണ്? അത് ഗ്യാൻ ചതുർവേദിയാണ്. ഓക്കെ, ഗ്യാൻ ചതുർവേദിയുടെ പാഗൽ ഖാന എന്ന് പറയുന്ന പാഗൽ ഖാനയ്ക്കാണ് കിട്ടിയത്? വ്യാസ സമ്മാൻ ലഭിച്ചത്. അപ്പോൾ 2022 അവാർഡാണ് 2023 കിട്ടുന്നത്. സോ 2022 വ്യാസ സമ്മാൻ ആർക്കാണ് കിട്ടിയത്? ഗ്യാൻ ചതുർവേദിക്കാണ്. ലിറ്റററി വർക്ക് പാഗൽ ഖാന. സോ ഇദ്ദേഹം ഒരു ഹിന്ദി റൈറ്ററാണ്, ഡോക്ടർ ഗ്യാൻ ചതുർവേദി എന്ന് പറയുന്നത്. 2018 അദ്ദേഹത്തിൻ്റെ സറ്റീറിക്കൽ നോവലായിട്ടുള്ള പാഗൽ ഖാന എന്ന് പറയുന്നത് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. അതിന് 32ാമത്തെ വ്യാസ സമ്മാൻ 2022 32ാമത്തെ വ്യാസ സമ്മാൻ പുരസ്കാരമാണ് ആർക്ക് കിട്ടുന്നത്? ഗ്യാൻ ചതുർവേദിക്ക് കിട്ടുന്നത്. നോവല് പാഗൽ ഖാന. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പെരുമാൾ മുരുകനെ പഠിച്ചു. പെരുമാൾ മുരുകന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2023 കിട്ടുന്നു. പൂക്കുളി എന്ന് പറയുന്ന ഒറിജിനൽ തമിഴ് നോവലിൻ്റെ ട്രാൻസ്ലേഷനാണ് കിട്ടുന്നത്. ഗ്യാൻ ചതുർവേദിയുടെ പാഗൽ ഖാനയ്ക്ക് വ്യാസ സമ്മാനം കിട്ടുന്നു. ഈ 2 പോയിന്റാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിവശങ്കരി. ഓക്കെ, ശിവശങ്കരിയും ഒരു തമിഴ് റൈറ്ററാണ്. അപ്പോൾ നമ്മളിപ്പം 2 തമിഴ് റൈറ്റേഴ്സാണ് നമ്മൾ പഠിച്ചത്.
ശിവശങ്കരിയും അതുപോലെ മുരുകൻ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് 2 അവാർഡ് 2022 കിട്ടിയിട്ടുണ്ട്. തമിഴ് റൈറ്ററായിട്ടുള്ള ശിവശങ്കരിക്ക് സരസ്വതി സമ്മാനാണ് ലഭിച്ചത്. ഓക്കെ, സരസ്വതി സമ്മാൻ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് അല്ലേ. വ്യാസ സമ്മാൻ കിട്ടുന്നത് ഗ്യാൻ ചതുർവേദിയാണ്. അപ്പോൾ പെരുമാൾ മുരുകൻ കഴിഞ്ഞാൽ പിന്നെ ശിവശങ്കരിയാണ് തമിഴ്നാട്ടിൽ നിന്നും സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. 2022 സരസ്വതി സമ്മാനാണ് കിട്ടുന്നത്. അത് ഏത് ബുക്കിനാണെന്നറിയാവോ? സൂര്യവംശം. സൂര്യവംശം എന്നുള്ള ബുക്ക് ആരുടെയാണ്? ശിവശങ്കരിയുടെയാണ്. ഈ ശിവശങ്കരിക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട്. ഈ ബുക്ക് എന്ന് പറയുന്നത് തമിഴ് ലാംഗ്വേജിലാണ് പബ്ലിഷ് ചെയ്തത് 2019. അപ്പോൾ ശിവശങ്കരിയുടെ ബുക്കിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശിവശങ്കരി. ബുക്ക് ഏതാണ്? സൂര്യവംശം. ഓക്കെ അല്ലേ. അടുത്ത പോയിന്റ്. അപ്പം അടുത്ത പോയിന്റ് ഏതാണ്? ബോംബെ ജയശ്രീ സെലക്ടഡ് ഫോർ സംഗീത കലാനിധി. 2023 സംഗീത കലാനിധി അവാർഡ് ലഭിക്കുന്ന ആരാണ്? ബോംബെ ജയശ്രീയാണ് അല്ലേ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സിംഗറാണ് ബോംബെ ജയശ്രീ. ബോംബെ ജയശ്രീക്കാണ് സംഗീത കലാനിധി അവാർഡ് 2023 ലഭിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ബോംബെ ജയശ്രീ എന്ന് പറയുന്നത് 2021 പത്മശ്രീ ലഭിച്ച വ്യക്തി കൂടിയാണ്. 2021 പത്മശ്രീ അവാർഡ് കൂടിയാണ് ബോംബെ ജയശ്രീ എന്ന് പറയുന്നത്. നൃത്യ കലാനിധി 2023 എന്ന് പറയുന്നത് ആരാണ്? ഭരതനാട്യം കുച്ചിപ്പുടി ഡാൻസർ ആയിട്ടുള്ള വസന്തലക്ഷ്മി നരസിംഹാചാരിയാണ്. ഓക്കെ അല്ലേ. ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ഡൗട്ടും വേണ്ട. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആർട്ട് ആൻഡ് കൾച്ചറിനാണ് അവാർഡെങ്കിൽ ഉറപ്പായിട്ടും പേര് തരും. ഓക്കെ, ഒന്നുകിൽ വസന്തലക്ഷ്മി നരസിംഹാചാരി ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാനൊരു സാധ്യതയുണ്ട്. അപ്പോഴെന്താണ്? ഭരതനാട്യം കുച്ചിപ്പുടി ഡാൻസറാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് നൃത്യ കലാനിധി എന്താണ്? ഈ വർഷത്തെ നൃത്യ കലാനിധി ആരാണെന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ താഴെയുള്ളതിൽ ഫേമസ് ആയിട്ടുള്ള എന്താണ് ഭരതനാട്യം കുച്ചിപ്പുടി ഡാൻസർ ആരാണെന്നായിരിക്കും ചോദിക്കുന്നത്. അതിൽ കുറേ സിംഗേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷനും കാണും. വസന്തലക്ഷ്മി നരസിംഹാചാര്യം കാണണം. കാരണം ഇത് ആ ക്വസ്റ്റ്യനകത്ത് ചോദിക്കാൻ കാരണം ഈ കറണ്ട് അഫയേഴ്സിന് വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം കറണ്ട് അഫയേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വസന്തലക്ഷ്മി നരസിംഹാചാരി നൃത്യ കലാനിധിയാണ്. കുച്ചിപ്പുടി ഭരതനാട്യം ഡാൻസറാണ്. ബോംബെ ജയശ്രീ ആരാണ്? സിംഗറാണ്. അതുകൊണ്ടാണ് സംഗീത കലാനിധി എന്നുള്ള അവാർഡ് 2023 ലഭിച്ചത്. അടുത്തത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഡേവിഡ് ചിപ്പർഫീൽഡിന് 2023 പ്രിറ്റ്സർ പ്രൈസ് അവാർഡ് ലഭിക്കുന്നു. പ്രിറ്റ്സർ പ്രൈസ് 2023 ആരാണ്? ഡേവിഡ് ചിപ്പർഫീൽഡിനാണ് കിട്ടുന്നത്. ഇദ്ദേഹം ഈ അവാർഡ് കിട്ടുന്ന 52ാമത്തെ വ്യക്തിയാണ്. ഓക്കെ അല്ലേ. 2022 ഈ അവാർഡ് ലഭിക്കുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാമേ. എന്താണ് ക്വസ്റ്റ്യൻ? Who won the Professional Photographer of the Year award at 18th National Photography Award? 18th National Photography Award പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിക്കുന്നത് ആരാണ്? അത് ശശി കുമാർ രാമചന്ദ്രനാണ്. സോ ശശി കുമാർ രാമചന്ദ്രന് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡ് 8th നാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ്സിൽ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ശശി കുമാർ രാമചന്ദ്രൻ ചോദിച്ചിട്ട് ഇദ്ദേഹം ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? അദ്ദേഹം ഫോട്ടോഗ്രാഫിയിലാണ്. കാര്യം എന്താണ്? നാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ് 2023 ബെസ്റ്റ് ഫോട്ടോഗ്രാഫറിനുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിനുള്ള അവാർഡ് ആർക്കാണ് കൊടുത്തത്? ശശി കുമാർ രാമചന്ദ്രനാണ് കൊടുത്തത്. ഓക്കെ അല്ലേ. അടുത്തത് യൂണിയൻ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡോക്ടർ എൽ മുരുകൻ പ്രസൻറ്റഡ് 18th നാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ് ഇൻ ന്യൂഡൽഹി. അപ്പം ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്. ഈ ശശി കുമാർ രാമചന്ദ്രൻ്റെ ഈ അവാർഡ് ആരാണ് കൊടുത്തത്? യൂണിയൻ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡോക്ടർ എൽ മുരുകൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഡോക്ടർ എൽ മുരുകൻ ആരാണ്? യൂണിയൻ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പോൾ ആരാണ് യൂണിയൻ മിനിസ്റ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്? ആരാണ്? യൂണിയൻ മിനിസ്റ്ററിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മൾ പോയതാണ്. അത് അനുരാഗ് താക്കൂർ ആണ്. ഓക്കെ അല്ലേ. അപ്പം യൂണിയൻ ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ട് ഡോക്ടർ എൽ മുരുകനാണ് ശശി കുമാർ രാമചന്ദ്രന് എന്താണ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡ് കൊടുത്തത്. അടുത്തത് നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിക്ക് എന്ത് അവാർഡ് കിട്ടി?
പോർട്ടർ പ്രൈസ് 2023. അപ്പോൾ സോ പോർട്ടർ പ്രൈസ് കിട്ടുന്നത് ഏത് മിനിസ്ട്രിക്കാണ്? ഹെൽത്ത് മിനിസ്ട്രി. ഓക്കെ അല്ലേ? ഇത് ശരിക്കും എക്കണോമിക്സ് ആയിട്ടുള്ള മൈക്കൽ ഇയുടെ എന്താണ് പേരിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് പോർട്ടർ പ്രൈസ് എന്ന് പറയുന്നത്. COVID-19 സമയത്ത് നമ്മുടെ യൂണിയൻ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്താണ് സേവനത്തിനാണ് പോർട്ടർ പ്രൈസ് കൊടുക്കുന്നത്. 2019 വന്ന COVID-19 എന്ന് പറയുന്ന പാൻഡമിക് 2020, 2021 അതേപോലെ 2022 ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഈ ഇത്രയും സമയവും ഏകദേശം ഒരു 2-2.5 വർഷം എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു പാൻഡമിക്കാണ്. ആ സമയത്ത് എന്താണ് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ വളരെയധികം എന്താണ് അവരുടെ വളരെ എന്താണ് പ്രധാനമായിട്ടുള്ള പങ്കാണ് ഇവർക്ക് ഇതിലുള്ളത്, ഗവൺമെൻറ്റിൻ്റെ. അപ്പം ഇവരുടെ വർക്കിന് ഇതിൽ എന്താണ് ആശാ വർക്കേഴ്സിനും ഡോക്ടേഴ്സിനും ഇവർക്ക് എല്ലാവർക്കും എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എല്ലാവരുടെയും വർക്കിന് എന്താണ് പോർട്ടർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ മെയിനായിട്ട് പറയേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ആശാ വർക്കേഴ്സ് ടു ക്രിയേറ്റ് PPE കിറ്റ്സ് ഉണ്ടാക്കിയത്. സോ അതിനാണ് പോർട്ടർ പ്രൈസ് 2023 കൊടുത്തത്. ഓക്കെ അല്ലേ? ആരാണ് മിനിസ്റ്റർ ഫോർ ഹെൽത്ത് എന്ന് പറയുന്നത്? ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ് ഹെൽത്ത് മിനിസ്റ്റർ എന്ന് പറയുന്നത്. എന്താണ്? മൻസുഖ് മാണ്ഡവ്യ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ് അല്ലേ, മൻസുഖ് മാണ്ഡവ്യ. അടുത്തത് മിറാബൽ ചാനു. ഓക്കെ, BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ഫോർ 2022. ഓക്കെ, സ്പോർട്സ് വുമൺ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് കിട്ടുന്നത്? മിറാബൽ ചാനുവിനാണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു അവാർഡ് കിട്ടുന്ന ആദ്യത്തെ അത്ലറ്റ് കൂടിയാണ് ഈ മിറാബൽ ചാനു. ഷി ബിക്കംസ് ദ ഫസ്റ്റ് അത്ലറ്റ് ടു വിൻ ദ അവാർഡ് ട്വൈസ് ഇൻ എ റോ ആഫ്റ്റർ വിന്നിംഗ് ഫോർ ദ ഇയർ 2021. 2021 ഇതേ അവാർഡ് കിട്ടിയത് ആർക്കാണ്? മിറാബൽ ചാനുവിനാണ്. 2022 അങ്ങനെ 2 പ്രാവശ്യം ഇത് കിട്ടുന്ന ആദ്യത്തെ അത്ലറ്റ് എന്നുള്ള ബഹുമതി ആർക്കുണ്ട്? അത്ലറ്റ് മിറാബൽ ചാനുവിനുണ്ട്. 2021 2022 ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കായിരുന്നു കിട്ടിയത്? അത് മിറാബൽ ചാനുവിനാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. സ്പോർട്സിലും നമുക്ക് ചോദിക്കാവുന്ന ഒരു പോയിൻ്റാണ് മിറാബൽ ചാനുവിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്തത് HDFC ബാങ്ക്സ് ശശിധർ ജഗദീശൻ ഇസ് ദ ബിസിനസ് സ്റ്റാൻഡേർഡ് ബാങ്കർ ഓഫ് ദി ഇയർ 2022. 2022 ബിസിനസ് സ്റ്റാൻഡേർഡ് ബാങ്കർ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? ശശിധർ ജഗദീശനാണ് കിട്ടുന്നത്. ശശിധർ ജഗദീശൻ എന്ന് പറയുന്നത് HDFC ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്ത് കിട്ടി? ബിസിനസ് സ്റ്റാൻഡേർഡ് ബാങ്കർ ഓഫ് ദി അവാർഡ് 2022 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി നോക്കാം. ഓക്കെ, ഓസ്കാറാണ് നമ്മൾ ആദ്യം പഠിച്ചത്. എത്രാമത്തെ ഓസ്കാർ ആയിരുന്നു നടന്നത്? 95. ബെസ്റ്റ് മൂവി ഏതായിരുന്നു? എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്. ഇനി ബെസ്റ്റ് ആക്ടർ ആരായിരുന്നു? ബെർണാഡ് ഫ്രേസർ ആയിരുന്നു. ബെസ്റ്റ് ആക്ട്രസ് ആരായിരുന്നു? മൈക്കലെ ഇയോ ആയിരുന്നു. ബെസ്റ്റ് കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവറിനായിരുന്നു, റൂത്തിനായിരുന്നു. അടുത്തത് RRRൻ്റെ മ്യൂസിക്കിലാണ് നാട്ടു നാട്ടു വരുന്നത്. ആ നാട്ടു നാട്ടാണ് ബെസ്റ്റ് ഇൻ്റർനാഷണൽ മ്യൂസിക്കിനുള്ള അവാർഡ്, ഇന്ത്യൻ സോങ്ങിനുള്ള അവാർഡ് കിട്ടുന്നത്. ആരാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത്? MM കീരവാണിയാണ്. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ആയിട്ടുള്ള എലിഫൻറ്റ് വിസ്പേഴ്സിനാണ് ബെസ്റ്റ് ഷോർട്ട് ഫിലിമിനുള്ള കാറ്റഗറിയിലുള്ള ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം കാറ്റഗറിയിലുള്ള അവാർഡ് കിട്ടുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കാർത്തികി ഗോൺസാൽവസും ഗുമീത് മോംഗയുമായിരുന്നു. 41 മിനിറ്റ് നീളമുള്ള ഈ ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്തത് മുതുവലൈ നാഷണൽ പാർക്കിൽ വെച്ചിട്ടാണ്. വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് നാബോക്കോവ് ലൈഫ് ടൈം അല്ലെങ്കിൽ പെൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2023 കിട്ടിയ വ്യക്തിയാണ്. ഇനിയും അടുത്തത് നമ്മൾ പഠിച്ചത് തമിഴ് റൈറ്റർ ആയിട്ടുള്ള പെരുമാൾ മുരുകൻ്റെ പൂക്കിളി എന്നുള്ള നോവലിൻ്റെ തമിഴ് നോവലിൻ്റെ ട്രാൻസ്ലേഷന് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2023 ലോങ് ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം ഗ്യാൻ ചതുർവേദിക്ക് വ്യാസ സമ്മാൻ കിട്ടി. 2022 വ്യാസ സമ്മാൻ കിട്ടിയത് ഏത് നോവലിനാണ്? പാഗൽ ഖാനയ്ക്കാണ്. അതിനുശേഷം നമ്മൾ ഹിന്ദി റൈറ്റർ ആയിട്ടുള്ള ഡോക്ടർ ഗ്യാൻ ചതുർവേദിക്ക് 2018 അദ്ദേഹം എഴുതിയ പാഗൽ ഖാനയ്ക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അടുത്തത് ശിവശങ്കരി സരസ്വതി സമ്മാൻ ഹോൾഡറാണ്. ഏത് കൃതിക്കാണ്? സൂര്യവംശം എന്ന് പറയുന്ന കൃതിക്കാണ് ശിവശങ്കരിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത്. 2019 ഈ നോവൽ തമിഴ് ലാംഗ്വേജിൽ എഴുതുന്നത്.
സംഗീത കലാനിധിയായിട്ട് ഡോക്ടർ ബോംബെ ജയശ്രീ, അതേപോലെ നൃത്യ കലാനിധിയായിട്ട് വസന്തലക്ഷ്മി നരസിംഹാചാരിയാണ്. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഡേവിഡ് ചിപ്പർഫീൽഡിന് എന്താണ് ചിപ്പർഫീൽഡ് പ്രിറ്റ്സർ പ്രൈസും വിൻ ചെയ്തു. പിന്നെ നമ്മൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശശികുമാർ രാമചന്ദ്രനാണ്. ഹെൽത്ത് മിനിസ്ട്രിക്ക് പോർട്ടർ പ്രൈസ് കിട്ടി. ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. മിറാബൽ ചാനു 2021 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി. ഓക്കെ, അതിനുശേഷം HDFC ബാങ്ക്സിൻ്റെ ശശിധർ ജഗദീഷിന് ബിസിനസ് സ്റ്റാൻഡേർഡ് ബാങ്കർ ഓഫ് ദി ഇയർ 2022 അവാർഡ് കിട്ടി. പിന്നെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ വിൻസ് GSMA ഗവൺമെൻറ് ലീഡർഷിപ്പ് അവാർഡ് 2023. അപ്പം ഇന്ത്യ GSMA അവാർഡ്, GSMA എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഈ അസോസിയേഷന് ആർക്കാണ്? മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഈ അസോസിയേഷന് ഇന്ത്യക്ക് എന്ത് കിട്ടി? ലീഡർഷിപ്പ് അവാർഡ്, ഗവൺമെൻറ്റിലെ ലീഡർഷിപ്പ് അവാർഡ് 2023 കിട്ടി. ഇന്ത്യ ഹാസ് ബീൻ അവാർഡ് ദ പ്രസ്റ്റീജിയസ് GSM അസോസിയേഷൻ എന്താണ്? ഗവൺമെൻറ് ലീഡർഷിപ്പ് അവാർഡ് 2023 അറ്റ് മൊബൈൽ വേൾഡ് കോൺഗ്രസ് ബാഴ്സിലോണയിൽ നടന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിനാണ് ഇന്ത്യക്ക് GSMA ഗവൺമെൻറ് ലീഡർഷിപ്പ് അവാർഡ് കിട്ടുന്നത്. അടുത്തത് RBI ഗവർണറായിട്ടുള്ള ശക്തികാന്ത് ദാസിന് ഗവർണർ ഓഫ് ദി ഇയർ അവാർഡ് സെൻട്രൽ ബാങ്കിങ് കിട്ടുന്നു. അപ്പോൾ സെൻട്രൽ ബാങ്കിങ്ങിൻ്റെ ഗവർണർ ഓഫ് ദി അവാർഡ് ലഭിക്കുന്നത് ഇന്ത്യൻ RBI ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത് ദാസിനാണ്. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ പ്രസന്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത്, ഗവർണർ എന്ന് പറയുന്നത് ഗവർണർ ഓഫ് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത് ദാസ് ആണ്. അദ്ദേഹത്തിനാണ് ഗവർണർ ഓഫ് ദി ഇയർ ബൈ സെൻട്രൽ ബാങ്കിങ്. സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് കിട്ടുന്നത്? അത് ശക്തികാന്ത് ദാസിനാണ് കിട്ടുന്നത്. ഇതിനുള്ള റീസൺ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പാണ്. ഡിഫിക്കൽട്ട് പീരീഡിലുള്ള അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ GSMA അച്ചീവ്മെൻറ്റ് അവാർഡ് ആർക്കാണ് കിട്ടുന്നത്? ഇന്ത്യക്കാണ്. ഇന്ത്യയിലെ RBI ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത് ദാസ് ആണ് സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അതേപോലെ കേരളത്തിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള കേരള ജ്യോതി, അതായത് പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ നാഷണൽ അവാർഡ് കൊടുക്കുന്നത് പോലെ കേരളത്തിൽ കുറച്ച് കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന സ്കീംസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ കേരള ജ്യോതി ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് കേരള ലഭിക്കുന്നത് ആരാണ്? ഫേമസ് ആയിട്ടുള്ള നമ്മുടെ MT വാസുദേവൻ നായർക്കാണ് ഈ അവാർഡ് കിട്ടുന്നത്. സാർ MT വാസുദേവൻ നായർ സാറിനാണ് കേരള ജ്യോതി അവാർഡ് കിട്ടുന്നത്. കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്താണ് ഈ കേരള ജ്യോതി. അതാണ് ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ് കേരള ജ്യോതി. അത് കിട്ടുന്നത് ആരാണ്? MT വാസുദേവൻ നായർ. അപ്പം ഇത് പത്മ അവാർഡ്സിൻ്റെ മോഡലിലാണ് കേരള പ്രൊവൈഡ് ചെയ്യുന്ന അവാർഡ്സാണ് കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ് എന്ന് പറയുന്നത് കേരള ജ്യോതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. MT വാസുദേവൻ നായരാണ് കേരള ജ്യോതി. പിന്നെ സംഗീത കലാനിധി, നൃത്യ കലാനിധി പഠിച്ചു. GSMA അവാർഡ് ആർക്ക് കിട്ടിയെന്ന് പഠിച്ചു. ഗവർണർ ഓഫ് ദി ഇയർ ബൈ സെൻട്രൽ ബാങ്കിങ് പഠിച്ചു. പിന്നെ BBCയുടെ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2 വർഷം കിട്ടിയത് ആർക്കാണെന്ന് പഠിച്ചു. പിന്നെ ബിസിനസ് സ്റ്റാൻഡേർഡ് ബാങ്കർ ഓഫ് ദി ഇയർ 2022 ആർക്കാണെന്ന് പഠിച്ചു. പിന്നെ ഹെൽത്ത് മിനിസ്ട്രി റിസീവ്ഡ് പോർട്ടർ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. പിന്നെ ബെസ്റ്റ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡും പഠിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ക്ലാസ്സിൽ അവാർഡ്സ് ആണ് പഠിച്ചത്. അവാർഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അടുത്ത് നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഏതൊക്കെ അപ്പോയിൻമെൻറ്റ്സ് ആണ് നോക്കിക്കേ. IPS ഓഫീസർ രശ്മി ശുക്ല അപ്പോയിൻറ്റഡ് ഡയറക്ടർ ജനറൽ ഓഫ് ശാസ്ത്ര സീമാ ബെൽ. ശാസ്ത്ര സീമാ ബെല്ലിൻ്റെ എന്താണ് ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? IPS ഓഫീസറായിട്ടുള്ള രശ്മി ശുക്ലയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? അടുത്തത് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ്? ലെഫ്റ്റനൻറ്റ് ജനറൽ സുചീന്ദ്ര കുമാറാണ്. ഓക്കെ അല്ലേ? അപ്പം ലെഫ്റ്റനൻറ്റ് ജനറൽ സുചീന്ദ്ര കുമാർ ടേക്സ് ഓവർ എസ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. അപ്പം ലെഫ്റ്റനൻറ്റ് ജനറൽ സുചീന്ദ്ര കുമാറാണ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പം നേവിയുടെ വൈസ് ചീഫ് ആരാണ്? അത് വൈസ് അഡ്മിറൽ ആയിട്ടുള്ള സഞ്ജയ് ജസീത് സിംഗ് ആണ് വൈസ്
ചീഫ് ഓഫ് നേവി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് IAF എന്ന് പറയുന്നത് എയർ മാർഷൽ അമർ പ്രീത് സിംഗ് ആണ്. വൈസ് ചീഫ് ഓഫ് IAF ആരാണ്? എയർ മാർഷൽ അമർ പ്രീത് സിംഗ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപ്റ്റൻ ഷാലിസ ധാമി ബിക്കംസ് ദി ഫസ്റ്റ് വുമൻ ടു ഹെഡ് ഫ്രണ്ട് ലൈൻ കോമ്പാക്ട് യൂണിറ്റ് ഇൻ IAF. IAFിൽ ഫ്രണ്ട് ലൈൻ എന്താണ് കോമ്പാക്ട് യൂണിറ്റ് നയിക്കുന്ന ഫസ്റ്റ് വിമൻ ക്യാപ്റ്റൻ ആരാണ്? ക്യാപ്റ്റൻ ഷാലിസ ധാമിയാണ്. ഒരു പൈലറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ധാമി വിൽ ബി ദ ഫസ്റ്റ് വുമൻ ഓഫീസർ ഇൻ ദ IAF ഇന്ത്യൻ ആർമി ഫോഴ്സിൽ ടു കമാൻഡ് മിസൈൽ സ്ക്വാഡ്രോൺ ഇൻ ദ വെസ്റ്റേൺ സെക്ടർ ഫേസിങ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ ഫേസ് ചെയ്തിട്ടുള്ള മിസൈൽ സ്ക്വാഡ്രനെയാണ് ആര് കമാൻഡ് ചെയ്യുന്നത്? ക്യാപ്റ്റൻ ധാമി എന്ത് ചെയ്യുന്നത്? ഷാലിസ ധാമി എന്ത് ചെയ്യുന്നത്? ഗൈഡ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത അപ്പോയിൻമെൻറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് RBI അപ്പോയിൻറ്റ് ചെയ്തു, റീഅപ്പോയിൻറ്റ് ചെയ്തു സുമൻ കട്പാലിയനെ ഇൻഡസ്ലൻഡ് ബാങ്കിൻ്റെ പുതിയ MD and CEO ആയിട്ട് റീഅപ്പോയിൻറ്റ് ചെയ്തു. ആരാണ്? 2 വർഷത്തേക്കാണ് റീഅപ്പോയിൻറ്റ് ചെയ്തത്. സുമൻ കട്പാലിയാണ് പുതിയ ഇൻഡസ്ലൻഡ് ബാങ്കിൻ്റെ എന്താണ് MD and CEO എന്ന് പറയുന്നത്. RBI ആണ് അത് അപ്രൂവ് ചെയ്തത്. അടുത്തത് സിദ്ധാർത്ഥ് മൊഹാൻറ്റിയാണ് LICയുടെ പുതിയ ഇൻറ്ററിം ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ LICയുടെ പുതിയ ഇൻറ്ററിം ചെയർമാൻ ആരാണ്? അത് മൊഹന്റിയാണ്. സിദ്ധാർത്ഥ് മൊഹന്റിയാണ്. അടുത്തൊരു മൊഹന്റി എന്ന് പറയുന്നത് ആരാണ്? ഗവൺമെൻറ് അപ്പോയിൻറ്റ്സ് ദീപക് മൊഹാന്റി ആസ് ദ PFRDA ചെയർമാൻ. PFRDA എന്ന് വെച്ചാൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനായിട്ട് ദീപക് മൊഹന്റിനെ ആരപ്പോയിൻറ്റ് ചെയ്തു? ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. സിദ്ധാർത്ഥ മൊഹന്റി ആരാണ്? LICയുടെ ചെയർമാൻ. ദീപക് മൊഹന്റി ആരാണ്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററിയുടെ ചെയർമാൻ. അടുത്തത് സൈലേഷ് പഥക് അപ്പോയിൻറ്റഡ് ആസ് ദ FICCI സെക്രട്ടറി ജനറൽ. FICCI സെക്രട്ടറി ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സൈലേഷ് പഥക്. അപ്പോൾ സൈലേഷ് പഥക്കിനെ FICCIയുടെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുത്തു. എന്താണ് FICCI എന്ന് പറയുന്നത്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശുഭ്രകാന്ത് പാണ്ഡെയാണ് പ്രസിഡന്റ് FICCIയുടെ. ശൈലേൽ പഥക്കാണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അടുത്തത് ഏഷ്യാസ് ഫസ്റ്റ് വുമൺ ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള സുരേഖ യാദവ്. ഏഷ്യയിലെ ആദ്യത്തെ ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള സുരേഖ യാദവ് ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഷീ ഓപ്പറേറ്റഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്രം സോലാപൂർ ടു ഛത്രപതി ശിവജി മഹാരാജ ടെർമിനൽ. ഓക്കെ, അപ്പം സോലാപൂർ മുതൽ ഛത്രപതി ശിവജി വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് സുരേഖ യാദവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സുരേഖ യാദവ് എന്ന് പറയുന്നത് ഏഷ്യയിലെ ആദ്യത്തെ ലോക്കോ പൈലറ്റ് ആണ്. ഏഷ്യയിലെ ആദ്യത്തെ ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള സുരേഖ യാദവ് ആണ് സോലാപൂർ മുതൽ ഛത്രപതി വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്തത് ടെക് മഹീന്ദ്രയുടെ പുതിയ MD and CEO ആയിട്ട് മോഹിത് ജോഷിയെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പം ഇൻഫോസിസിൻ്റെ ചെയർമാനായിട്ടുള്ള മോഹിത് ജോഷിയാണ് ഇനി ടെക് മഹീന്ദ്രയുടെ MD and CEO. മോഹിത് ജോഷി വിൽ ടേക്ക് ഓവർ ദ പീരീഡ് ഓഫ് 5 years വെൻ CP ഗുരാനി റിട്ടയർഡ് ഓൺ December 2023. ഓക്കെ അല്ലേ? ജോഷി കറൻ്റ്ലി സെർവിങ് ആസ് എ ഇൻഫോസിസ് ചെയർമാൻ. ഇൻഫോസിസിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള ആരാണ്? മോഹിത് ജോഷിയാണ് ടെക് മഹീന്ദ്രയുടെ പുതിയ MD and CEO എന്ന് പറയുന്നത്. മോഹിത് ജോഷി ആരാണ്? ഇപ്പോഴത്തെ ഇൻഫോസിസ് ചെയർമാനും പുതിയ ടെക് മഹീന്ദ്രയുടെ CEO and MD എന്ന് പറയുന്നത്. അടുത്തത് SS ഡുബൈ ടേക്സ് ചാർജസ് ന്യൂ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്. ഓക്കെ, ന്യൂ കൺട്രോളർ CGA ആയിട്ട്, പുതിയ CGA ആയിട്ട് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ടൻസ് ആരാണ്? SS ഡുബൈ. ഓക്കെ, ആർട്ടിക്കിൾ 150 ആരെ പറ്റിയാണ് പറയുന്നതെന്ന് അറിയാമോ? ഈ CGA പറ്റിയാണ് പറയുന്നത്. സോ നമ്മുടെ പുതിയ CGA ആരാണ്? SS ഡുബൈ. ആർട്ടിക്കിൾ 150 പറയുന്നത് ആരാണ്? നമ്മുടെ CGA കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. SS ഡുബൈ എന്ന് പറയുന്നത് 28ാമത്തെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട് ആണ്. 2023 മാർച്ച് 6 മുതലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തത്.
ഇപ്പോൾ CGA എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ ആണ് CGA എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അക്കൗണ്ടിങ് മാറ്റേഴ്സിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ അഡ്വൈസർ ആണ് CGA എന്ന് പറയുന്നത്. നമ്മുടെ പ്രസന്റ് CGA ആരാണ്? SS ഡ്യൂബെ എന്ന് പറയുന്നത്. എത്രാമത്തെയാണ്? 28ാമത്തെ CGA ആണ്. ഓക്കെ അല്ലേ? അടുത്തത് മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് രണ്ടാമതും കൊർണാഡ് സംഗമ വിൻ ചെയ്തു. കൊർണാഡ് സംഗമ വോൺ സോൺ ഇൻ എസ് മേഘാലയസ് ചീഫ് മിനിസ്റ്റർ. സെക്കൻഡ് ടേം ആണ് എന്ന് പറയുന്നത് ഈ കൊർണാഡ് സംഗമയുടെ രണ്ടാമത്തെ ടേം ആണ്. നാഷണൽ പീപ്പിൾസ് പാർട്ടി പ്രസിഡന്റ് ആണ് കൊർണാഡ് സംഗമ എന്ന് പറയുന്നത്. കൊർണാഡ് കെ സംഗമ ഹാസ് ടേക്കൺ ഓത്ത് എസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് മേഘാലയ ഫോർ ദ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ടേം. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ടേം ആണ്. ഗവർണറായിട്ടുള്ള ഫാഗു ചൗഹാൻ ആണ്. ഓക്കെ, അപ്പോൾ മേഘാലയയുടെ ഗവർണറായിട്ടുള്ള ഫാഗു ചൗഹാൻ ആണ് ഓത്ത് എന്ത് ചെയ്തത്? പറഞ്ഞു കൊടുത്തത്. ഓക്കെ, അപ്പം ഗവർണറാണ് അവർക്ക് ചീഫ് മിനിസ്റ്റർക്ക് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അത് പ്രസിഡന്റ് ആണ് എന്താണ് നമ്മുടെ ഹോം മിനിസ്റ്റർക്ക്, നമ്മുടെ മിനിസ്റ്റർക്ക്, പ്രൈം മിനിസ്റ്റർക്ക് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് പോലെ ഗവർണറാണ് ചീഫ് മിനിസ്റ്റർക്ക് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ്സിൻ്റെ കേസ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്പോയിൻ്റ് ചെയ്തത് ശാസ്ത്ര സീമാ ബാലിൻ്റെ ഡയറക്ടർ ജനറൽ രശ്മി ശുക്ലയാണ്. അടുത്തത് ലെഫ്റ്റനൻറ്റ് ജനറൽ സുജീന്ദ്ര കുമാറാണ് പുതിയ വൈസ് ചീഫ് ഓഫ് ആർമി എന്ന് പറയുന്നത്. വൈസ് ചീഫ് ഓഫ് നേവി എന്ന് പറയുന്നത് സഞ്ജയ് ജസിത് സിംഗ് ആണ്. സഞ്ജയ് സിംഗ് ആണ്. IAFൻ്റെ എന്ന് പറയുന്നത് അമർ പ്രീത് സിംഗ് ആണ്. പിന്നെ ഷലീസ ദാമി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്രോണ്ട് ലൈൻ കോമ്പാറ്റ് യൂണിറ്റ് ഇൻ IAF ആണ്. ഫസ്റ്റ് വുമൺ ടു ഹെഡ് ഫ്രോണ്ട് ലൈൻ കോമ്പാറ്റ് യൂണിറ്റ് ഇൻ IAF ആണ്. പിന്നെ RBI ഇൻഡസ്ലൻഡ് ബാങ്കിൻ്റെ MD and CEO ആയിട്ട് സുമന്ത് കത്പാലിയനെ അപ്പോയിൻറ്റ് ചെയ്തു. സിദ്ധാർത്ഥ മൊഹന്തിയാണ് പുതിയ LIC ചെയർമാൻ. ദീപക് മൊഹന്തിയാണ് പുതിയ PFRDA ചെയർമാൻ, അതായത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. പിന്നെ ശൈലീഷ് പഥക് എന്ന് പറയുന്ന FICCയുടെ സെക്രട്ടറി ജനറൽ ആണ്. FICCI പ്രസിഡന്റ് എന്ന് പറയുന്നത് ശുഭ്രകാന്ത് പാണ്ഡെയാണ്. ഏഷ്യാസ് ഫസ്റ്റ് വുമൺ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ് ആണ്. ഇപ്പം വന്ദേ ഭാരത് എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സോലാപൂർ മുതൽ ഛത്രപതി വരെയാണ്. പിന്നെ ടെക് മഹീന്ദ്രയുടെ പുതിയ CEO ആയിട്ട് മോഹിത് ജോസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. SS ഡ്യൂബെയാണ് പുതിയ CGA എന്ന് പറയുന്നത്. കൊർണാഡ് സംഗമയാണ് പുതിയ മേഘാലയ ചീഫ് മിനിസ്റ്റർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാർച്ച് 2023 കറണ്ട് അഫയേഴ്സിലെ 3 പ്രധാനപ്പെട്ട ടോപ്പിക്ക്. അതിലൊരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, ബാക്കി 2 ടോപ്പിക്ക് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.